ഞാനിന്നുണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നേ. അപ്പോൾ അവൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് കോൺഫിഡൻസ് വന്നത്, അവൾക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ആൾക്കാർ എന്ത് പറയുന്നുള്ള ഒരു ടെൻഷനാണ്, ഭയങ്കര ചമ്മലാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആക്ച്വലി ഞാനും ആ ഒരു സ്റ്റേജിൽ കൂടെ തന്നെയായിരുന്നു ഇത്രയും നാളും കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ ഇപ്പം ഞാനൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, എന്തിനാണ് നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് ഒറ്റൊരു ലൈഫല്ലേ ഉള്ളൂ, ഈ ലൈഫിൽ നമ്മൾ എന്തിനാണ് ചില ഇൻസെക്യൂരിറ്റീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാണ്ടാക്കുന്നതെന്നുള്ളൊരു റിയലൈസേഷൻ വന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ, ഇപ്പം വ്ളോഗിങ് ആയാലും ഇപ്പോൾ ഒരു കുഞ്ഞു ബിസിനസ് ആയാലും എല്ലാം എൻ്റെ ആഗ്രഹങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും എന്തിനാണ് ഇനി ലേറ്റ് ആക്കണ്ട, ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക്. ഇപ്പം നമ്മളൊരു 3-4 ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ഈ ആൾക്കാരുടെ ഇടയിൽ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നത് അല്ലേ. കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫോക്കസ് ചെയ്യുക സന്തോഷത്തിന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ലൈഫ് ജീവിച്ച് തീർക്കാൻ. എത്ര നാളുണ്ടാവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു ലൈഫാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓരോരോ ലൈക്ക് ഉണ്ടല്ലോ, അത് 1 2 ആ കിട്ടുന്ന ലൈക്കിൻ്റെ സന്തോഷം അത് വേറെ തന്നെയാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ് നമുക്ക്. നമ്മളെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ ചേർത്ത് നിർത്താനുള്ള ആൾക്കാരും നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്യുക. ഇനി എന്താ പറയുക, മടിച്ച് നിൽക്കണ്ട. എന്നെപ്പോലെ ഇനി ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യണ്ട. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കീപ്പ് ഇൻ ടച്ച്. ബൈ.